ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 22-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം പോയ മോവാബ്യ ദേശത്ത് കടന്നുപോയപ്പോൾ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചവനായ മോവാബ്യ രാജാവായ ബാലാക്ക് ദൈവിക പ്രവാചകനായ ബിലയാമിനെ വിളിച്ചുകൊണ്ട് അവരെ ശപിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ബിലയാം ആദ്യം വരാൻ മടിച്ചെങ്കിലും പിന്നീട് ബാലാക്ക് പറഞ്ഞ സാമ്പത്തികമായ ഓഫറുകളെ, സ്ഥാനമാനങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം മുണ്ടാപ്രാണിയായ കഴുതയിലൂടെ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്, അദ്ദേഹത്തെ തടസ്സപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ബിലയാം അവിടെ ചെന്നു. ഈ സംഭവങ്ങളൊക്കെ ബിലയാമിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ബിലയാം പറഞ്ഞ ദൈവഹിതം എനിക്ക് ആരായണം, അതുകൊണ്ട് നീ 7 ബലിപീഠങ്ങളെ പണിയുക, അതിൽ കാളയെയും മുട്ടാടിനെയും ഒക്കെ യാഗമർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്തു തരണം. അങ്ങനെ ബാലാക്ക് 7 ബലിപീഠങ്ങളെ പണിതു കൊടുത്തു. അവിടെ ബിലയാം യാഗമർപ്പിച്ചു. ദൈവസ്ഥലത്തിൽ ചെന്ന് നിന്ന് ദൈവഹിതം എന്തെന്നറിയാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ദൈവാത്മാവ് അദ്ദേഹത്തിൽ വന്ന് അദ്ദേഹം ഒരു പ്രവചനം അവിടെ നടത്തുന്നു. അദ്ദേഹം നടത്തുന്ന പ്രവചനം ഇതാണ്: ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഇത് വേറിട്ടൊരു ജനമാണ്, മറ്റ് ജനതകളോട് ഇടകലരാത്തതായ ഒരു വലിയ ജനമാണ്, നശിപ്പിക്കാൻ നോക്കും തോറും വർദ്ധിച്ചു വരുന്നതായ ഒരു വലിയ ജനമാണ്, അവരെ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ബിലയാം അവരെ അവിടെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ബാലാക്ക് ബിലയാമിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് നിന്നെ കൊണ്ടുവന്നത്? ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടുവന്ന നീ അതിനു പകരം ഞാൻ ബലിപീഠവും പണിത് തന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. പക്ഷെ നീ ഇപ്പോൾ അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നമാകാം. അപ്പം ബിലയാം പറഞ്ഞു, ഞാൻ പാറമുകളിൽ നിന്ന് അവരെ കാണുന്നു, വലിയൊരു ജനമാണ്, അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ബാലാക്കിന് തോന്നി, ഇവർ ഇത്രയും ജനത്തെ ഒന്നിച്ച് കണ്ടുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ അടുത്ത് കാണത്തക്ക, അല്ലെങ്കിൽ കുറച്ച് ജനത്തെ മാത്രം കാണത്തക്കോണമുള്ള മറ്റൊരു മലയിൽ കൊണ്ടുപോയി, പെസ്ഗയുടെ ആ മുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവരെ കാണുവാനും ശപിക്കാനും ആവശ്യപ്പെട്ടു. വീണ്ടും ബിലയാം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം 7 ബലിപീഠങ്ങളെ പണിയുകയും ഇതിനു മുമ്പ് ചെയ്തതുപോലെ യാഗങ്ങളെ അർപ്പിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും ബിലയാം അവിടെ നിന്ന് പ്രവചിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വ്യാജം പറയാൻ തക്കവണ്ണം ദൈവം മനുഷ്യനല്ല, ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് അവരെ അനുഗ്രഹിക്കുവാനാണ്. അദ്ദേഹം 23-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രപ്രയോഗം ഭരിക്കുകയുമില്ല. ഒരു മന്ത്രവാദവും ഒരു പൈശാചിക ശക്തിയും അവരെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ അനുഗമിക്കുന്ന ഒരു സമൂഹത്തെ, അത് ചെറുതായാലും വലുതായാലും മറ്റ് ശക്തികൾക്ക് തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം അവരോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്. അവർക്ക് മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിലും ആത്യന്തികമായി ദൈവം അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞ, യഹോവ അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. സൃഷ്ടാവായ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ സൃഷ്ടിയായ മനുഷ്യന് നമ്മെ ഒരു പരിധി വിട്ട് നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തോട് മറുതലിച്ചിട്ടുണ്ട്. ദൈവത്തിന് കോപം വരത്തക്കവണ്ണമുള്ള വാക്കുകളും പ്രവൃത്തികളും അവരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ദൈവം അവർക്ക് ചെറിയ ശിക്ഷകൾ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ അതേ സമയത്ത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, സംരക്ഷണം അവർക്കുണ്ട് എന്നുള്ളതാണ്. യഹോവയായ ദൈവം മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതായ ജനമാണ്. മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും അവർ മർദ്ദനിക്കുകയും പിറുപിറുക്കുകയും ചെയ്താലും ഒരപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. മക്കൾ ചെയ്യുന്നതായ തെറ്റുകൾക്ക് മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കും. പക്ഷേ മറുപുറത്ത് അവരോടുള്ള ആത്യന്തികമായ സ്നേഹമുണ്ട്. അവരെ നശിപ്പിച്ച് കളയുവാൻ ഒരിക്കലും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നില്ലല്ലോ. പെട്ടതള്ള മറന്നാലും ഞാൻ മറക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് നമ്മൾ അറിയുക. ആ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ബാഹ്യശക്തികൾക്ക് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ആരെയും ആത്യന്തികമായി നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ദൈവികമായ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാനും ദൈവത്തെ നമ്മൾ അനുസരിക്കുവാനും. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോടൊപ്പമുണ്ട്. നമുക്കറിയാം, ആദ്യമേ മുതൽ ഈ ക്രൈസ്തവ സമൂഹം എത്ര ചെറുതാണ്. 12 ശിഷ്യന്മാരിൽ നിന്ന് ആരംഭിച്ചതാണ്. വളരെ ചെറിയൊരു സമൂഹമാണ്. എത്രയോ രാജാക്കന്മാർ, എത്രയോ ബാഹ്യശക്തികൾ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ കൊണ്ട് ചെയ്തു. പക്ഷെ അത് വർദ്ധിച്ചു വന്നതല്ലാതെ ആർക്കും അവരെ തോൽപ്പിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ആ ദൈവവരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയേറിയണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.